Hi all, good evening. Welcome to M Sigma. We are discussing introduction for accounting. In the last class, we have discussed accounting concepts, accounting conventions. Today, we are going to discuss about accounting standards and the basic rules of accounting. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയാണ്. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്ക് അല്ലേ? നമ്മൾ ഇത്രയും ഈ കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ നമ്മളൊരു പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ്ങിൻ്റെ കോമൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരൊറ്റ ഹെഡിലാണ് നമ്മൾ അതിനെ ഉൾപ്പെടുന്നത്. അത് ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പം നമ്മൾ പറയില്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പം നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയൊക്കെ പഠിക്കുന്നതിനകത്ത് ഉണ്ടാവുമല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എല്ലാത്തിൻ്റെയും ബേസിസ് അല്ലേ? ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പശ്ചാത്തലത്തിലാണ് എന്തുണ്ടാകുന്നത്, നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് പറയുന്നുണ്ട് അല്ലേ, റെസ്പെക്ട് ദ നാഷണൽ സിംബൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതെ വന്നാൽ എന്താണ് ശിക്ഷ എന്നുള്ളത് അതിനകത്ത് പറയുന്നില്ല, അത് ചെയ്യാനേ പറയുന്നുള്ളൂ അല്ലേ? അത് ചെയ്യാതെ വന്നാൽ എന്താണ് ചെയ്യുന്നത് അല്ലെ, എന്താണ് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന നടപടി, അതിൻ്റെ ശിക്ഷ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീടൊരു നിയമം വഴി കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ എന്താണ്, ഇപ്പം നമ്മൾ പല പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളത് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് അവർ പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ആ പറയുന്ന കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് നിയമങ്ങൾ ചെയ്യുന്നത്. അതുപോലെയാണ് എന്താണ് ഇവിടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും. നമ്മൾ കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ നമുക്ക് ഒരു പ്രിൻസിപ്പിൾസിൻ്റെ ഗണത്തിൽപ്പെടുത്താം. അതായത് ഇതിനെ എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നുള്ളതാണ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കൺവെൻഷൻസും കോൺസെപ്റ്റ്സും പറയുന്നത്. അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3-4 കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്നത്. ദാറ്റ് ഈസ് ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്ത്യൻ ഐഎസ് ആൻഡ് IFRS. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, സ്റ്റാൻഡേർഡ്സ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റാൻഡേർഡ്സ് അല്ലേ? സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു സെർട്ടൻ ലെവൽ എന്നെപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ? നമ്മൾ ചില സബ്സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ അധിക്ഷേപമായിട്ട് അല്ലേ? അപ്പോൾ അവരെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അവർ എത്താതെ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ വിളിക്കുന്നത്. അതായത് വി എക്സ്പെക്ടിങ് എ ലെവൽ ഫ്രം ഹിം അല്ലേ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കണം, യു ഹാവ് ടു ഡു ദിസ് ലെവൽ, അല്ലെങ്കിൽ യു ഹാവ് ടു ബിഹേവ് ഇൻ ദിസ് ലെവൽ എന്ന് പറയുമ്പോഴാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ്, ആ അർത്ഥം തന്നെയാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടൻസി there are some minimum standards to be maintained. അതായത് ഇപ്പം നമ്മളൊരു ട്രാൻസാക്ഷൻ ആ കോൺസെപ്റ്റ്സിൻ്റെയും കൺവെൻഷൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് കോൺസെപ്റ്റ്സും കൺവെൻഷൻസും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നടപ്പിൽ വരുത്തുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കടമയാണ് ഈ സ്റ്റാൻഡേർഡ്സിനുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമാണ് ഗ്യാപ്പ്, GAAP. ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ് അതിൻ്റെ പേര്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് അത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് പൊതുവിൽ നമ്മൾ എന്താണ് പൊതുസമക്ഷത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ചില പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് ഈ ഗ്യാപ്പ് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ അല്ലേ, നിങ്ങൾ റോഡിൻ്റെ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. നിയമം വഴി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താണ്, നമ്മളത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ചെയ്യൂ അല്ലേ? നമ്മൾ എവിടെ പോയിട്ട് ഇപ്പം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ളൊരു രാജ്യത്ത് പോയിട്ട് വന്നാലും, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള രാജ്യത്ത് പോയിട്ട് വന്നാലും നമ്മൾ ഇന്ത്യ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ നേരെ ബാക്ക് ഇൻ ടു ദ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലെ ലെഫ്റ്റ് ഹാൻഡ് പൊസിഷനിലേക്ക് നമ്മൾ മാറും അല്ലേ? അപ്പോൾ അങ്ങനെയാണ്, അത് ജനറലി ആക്സെപ്റ്റഡ് ആണ് നമ്മുടെ നാട്ടിൽ, അത് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് അങ്ങനെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതായത് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടിരിക്കുന്ന അതിനെയാണ് നമ്മൾ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കൊന്നും വേണ്ട, നിങ്ങൾ ഈ പേര് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഈ പേര് ഓർത്തിരിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ.
ഫുൾ ഫോം ഓഫ് ഗ്യാപ്പ്, വാട്ട് യു മീൻ ബൈ ഗ്യാപ്പ്, GAAP. ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഓരോ ഓപ്ഷൻ ആയിരുന്നു ഈ പറയുന്ന ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഈ ഒരു വാക്കാണ് എപ്പോഴും അവർ മാറ്റി തരുന്നത്. ചിലപ്പോൾ അവർ പ്രാക്ടീസസ് നിടും. ഓക്കെ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് നിടും. ഓക്കെ, മറ്റ് പി കൂട്ടി വരുന്ന മറ്റ് പല വാക്കുകളും ഒക്കെ അവർ ഇട്ടേക്കാം. പക്ഷെ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചോണം, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഈ ആക്സെപ്റ്റഡ് എന്നുള്ള വാക്ക് മാറ്റി വരാം. ഓക്കെ, അപ്പോൾ ഇത് മാറില്ല. ഇതെന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും മിക്കവാറും. പക്ഷേ ഏറ്റവും കൂടുതൽ മാറ്റി കണ്ടിട്ടുള്ള ചോദ്യം ഇതാണ്. ഈ 4 ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ മാറി വരുന്ന ഒരു വാക്ക് ഇതായിരിക്കും, പ്രിൻസിപ്പിൾസ്. അപ്പോൾ ആ വാക്ക് മറക്കരുത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതാണ് എന്തെന്ന് പറയുന്നത്, ഗ്യാപ്പ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. ഓക്കെ ഓക്കെ അടുത്ത ഇതിലേക്ക് നമുക്ക് വരാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിനകത്ത് നിങ്ങളൊരു പേര് കണ്ടിട്ടുണ്ടാവും, ICAI. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ICAI എന്നുള്ള പേര് നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനു മുൻപേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ICAI എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ICAI എന്നുള്ള പേര്? വിഷ്ണു പറയുന്നു CA. യെസ്, വെരി ഗുഡ്. CA അല്ലേ? നമ്മൾ പറയും, നിങ്ങൾ CAക്കാരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല അല്ലേ? ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അവരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്. കൊമേഴ്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു വലിയ മേഖലയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആകുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് എന്താണ് അംഗീകാരം കൊടുക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നിയമം വഴി സ്ഥാപിതമായ ഒരു സംവിധാനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. അവരും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് നോക്കാം. അത് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഓക്കെ, അടുത്ത് കഴിഞ്ഞിട്ടുള്ള വാക്കാണ് IND AS, അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മൾ പറയുമ്പോൾ അത് IND AS എന്നാണ്. നിങ്ങൾ എവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ അല്ലെങ്കിൽ അല്ലാതെ ഡോക്യുമെന്റ്സിൽ നോക്കിയാലോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? IND AS എന്നുള്ള പേരായിരിക്കും, വിച്ച് മീൻസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നാണ്. ഓക്കെ, അടുത്തത് ഈ വാക്ക്, ഇത് ശ്രദ്ധിച്ചോണം, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2017 ദ വെരി സെയിം എക്സാം, EPFO എക്സാമിന് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് IFRS? 4 ഓപ്ഷൻ തരും. ഇതാണ് ഈ ഓപ്ഷൻ അതിനകത്ത് കാണും, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതെല്ലാ വാക്കുകളും ചിലപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി മറിച്ചുമൊക്കെ തരും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോണം. ഇതിൻ്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 2 കാര്യങ്ങളും മിക്കവാറും കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തിന് PSC എക്സാംസിന് വരെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചോദ്യം, ഗ്യാപ്പിന്റെ ചോദ്യം. ഇത് 2017 ഈ പറയുന്ന EPFO എക്സാമിന് ചോദിച്ചാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത സമയത്ത് കണ്ടതാണ്. നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങൾ പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി റെഫർ ചെയ്ത സമയത്ത് ഞാൻ ഈ ചോദ്യം കണ്ടതാണ്. 2017 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, IFRS. അപ്പോൾ ഇത് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകും. അപ്പോൾ ഇതെന്താണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലെ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതാണ് ഞാനിന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഗൈഡ് ലൈൻസ്, ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ്, ആ വാക്ക് ശ്രദ്ധിച്ചോണം, ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ്. അതായത് നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ? അപ്പോൾ അവിടെ നിയമങ്ങളുണ്ട് അല്ലേ? നമ്മളെ നിയന്ത്രിക്കാനും നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾക്കനുസൃതമായിരിക്കണം എല്ലാ കാര്യങ്ങളും. നിയമങ്ങൾക്കനുസൃതമായി എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം അല്ലേ? എല്ലാവർക്കും നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൂൾ ഓഫ് ലോ പഠിച്ചിട്ടില്ലേ? അതായത് എവ്രിബഡി ഈസ് ട്രീറ്റഡ് ആസ് ഈക്വൽ അല്ലേ?
അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ. ഇത് ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ്. എന്തിനു വേണ്ടി ഈ ഗൈഡ് ലൈൻസ്? ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ, അല്ലെ ഇന്ത്യയിൽ എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനീസ്, അല്ലെ ലിസ്റ്റഡ് കമ്പനീസ് ഉള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാണ്. ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് കമ്പനീസ് ഹു ആർ ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളാണ് ലിസ്റ്റഡ് കമ്പനികൾ എന്ന് പറയുന്നത്. അത് ഇപ്പം ഞാനത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. പാർലമെന്റിന്റെ ഒരു ആക്ട് മുഖാന്തരം 1949 എൻ്റെ ഓർമ്മ നിലവിൽ വന്ന ഒരു എനിക്ക് ഇയർ ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കോണം, ഐ എം നോട്ട് ഷുവർ കേട്ടോ. അപ്പോൾ നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇവരാണ് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അംഗീകാരം കൊടുക്കുന്ന ഏജൻസി. അവരാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അത് അവതരിപ്പിച്ച ഏജൻസി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. 1972 എന്താണ് ASB, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന ഏജൻസി മുഖാന്തരമാണ് 1972 ഈ പറയുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ പർപ്പസ്? എന്തിനു വേണ്ടിയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയ എന്നുള്ളത് നോക്കാം. എൻഷുർ കൺസിസ്റ്റൻസി, കമ്പയറബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. ഈ 3 വാക്കുകൾ ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻസി നമ്മളിത് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറഞ്ഞു അല്ലേ. അതായത് നമ്മളെ സംബന്ധിച്ചോളം എന്താണ്, നമ്മൾ ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് കൺസിസ്റ്റൻസി ഉണ്ടാണ്. അതായത് അത് ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നത്. ഓരോ വർഷവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും അല്ല. അത് നിങ്ങൾ ഇന്ന സ്റ്റാൻഡേർഡിൽ പ്രിപ്പയർ ചെയ്യണം, ഈ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. എന്തിനു വേണ്ടിയാ? നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന നിങ്ങളെപ്പോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന വേറെ കമ്പനികളുണ്ട്. അപ്പോൾ അവർക്കും എന്താണ്, എല്ലാവർക്കും ഒരേപോലെ ഇരിക്കണം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എടുത്ത് വാല്യൂ ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം? കൺസിസ്റ്റൻസി ഉണ്ടാണ്. നിങ്ങൾ ഒരേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഓരോ വർഷവും പുതിയതല്ല, ഓരോ വർഷവും എന്താണ് ആ പഴയ രീതി തന്നെ എന്താണ് അൺടിൽ ആൻഡ് അൺലെസ് ഗവൺമെന്റ് ചേഞ്ചസ് ഇറ്റ്. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പയറബിലിറ്റി. എന്താണ് ഈ കമ്പയറബിലിറ്റി? അതായത് ഞാനിപ്പോൾ അത് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കമ്പനി എന്ന നിലയിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കാണാം, അല്ലെങ്കിൽ എന്താണ് ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസിനെ നമുക്കൊരു വളരെ ചിട്ടയായ ക്രമത്തിൽ കാണാം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു കമ്പയർ അവർ ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മറ്റൊരു കമ്പനിയുമായിട്ട് അല്ലെ, നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴല്ലേ നമ്മൾ പറയും കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതെങ്ങനെ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കമ്പാരിസൺ എന്ന് പറയുന്നതിൻ്റെ ആശയത്തിലാണ് പ്രശ്നം. നമ്മൾ എവിടെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഞാനൊരു കട നടത്തുന്ന ആളാണ്, ഒരു ജ്യൂസ് കട നടത്തുന്ന ആളാണെന്ന് കരുതിക്കൂ. എൻ്റെ കടയിലെ ഒരു വർഷത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ തൊട്ടടുത്ത് ജ്യൂസ് കട നടത്തുന്ന ആളുടെ സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ എനിക്ക് കിട്ടിയാൽ കൊള്ളാം. കാര്യം എന്താണ്, ചിലപ്പോൾ അയാൾക്ക് എന്നെക്കാളും കൂടുതൽ ഇൻകം കാണും, അല്ലെ എന്നെ കഴിഞ്ഞും കുറവ് ഇൻകം ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾക്ക് കൂടുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ മാർക്കറ്റിലെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് തിരിച്ചറിയാൻ എനിക്ക് പറ്റും. മിനിമം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻകം ലെവൽ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കും. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതോടുകൂടി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്കല്ല, ഈ പറയുന്ന കമ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മിനിമം മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളതിനെ പറ്റി അറിവ് ലഭിക്കും. അതിനാണ് കമ്പയറബിലിറ്റി എന്ന് പറയുന്നത്. ഇത് തന്നെയല്ല, ഇത് തമ്മിലല്ല, ഈ പറയുന്ന മൊത്തം സ്റ്റേറ്റ്മെന്റ് ഓരോ വർഷവും ഇപ്പോൾ 2025-26 വർഷത്താണ് നമ്മൾ നിൽക്കുന്നത്. 24-25 വർഷത്തെ ഡേറ്റ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ കഴിയണം. എന്നാലേ കഴിഞ്ഞ വർഷത്തേലും എത്ര പെർഫോമൻസ് നന്നായിട്ട് നമുക്ക് ഇത്തവണ പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ അല്ലേ. സോ കമ്പയറബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്കാണ്, റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ്യത. നമ്മൾ എത്രത്തോളം ഇത് വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ASB നമ്മളോട് ICAI മുഖാന്തരം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ചില സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നത്, നമുക്ക് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നമുക്ക് മായം ചേർക്കാൻ പറ്റാതെ വരും. അതായത്
നമുക്കറിയാം മനുഷ്യനെ എവിടൊക്കെ ഇടപെടുന്നു അവിടെയൊക്കെ ഈ പറയുന്ന അഴിമതിയുടെ എന്താണ് ചില മാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ടു സെറ്റ് സെർട്ടൺ സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ റിലയബിൾ ആവും ഡാറ്റ കുറച്ചുകൂടെ. കാര്യം ഗവൺമെൻറ് നമ്മളോട് അല്ലെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മുഖാന്തരം നമുക്ക് ഈ ട്രാൻസാക്ഷനെ ഇങ്ങനെ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ, വേറെ ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന അല്ലെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി പറഞ്ഞ ഒരു കാര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എന്താണ് മായം ചേർക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തൊന്ന് മാറ്റി കാണിക്കാനോ കുറച്ച് കാണിക്കാനോ ഉള്ള സാഹചര്യം ഇല്ല. കാരണം അതും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് കോംപ്രമൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. സ്റ്റാൻഡേർഡ്സ് ഞാൻ കാണിച്ചു തരാം. കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 29ഓളം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് എന്താണ് നമുക്ക് ആ സ്റ്റാൻഡേർഡ്സിൽ കോംപ്രമൈസ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആ ഡേറ്റ റിലയബിൾ ആവും, വിശ്വാസയോഗ്യമാവും അല്ലെ. കള്ളത്തരം കാണിക്കാനുള്ള സാഹചര്യം വളരെ കുറയും. സോ റിലയബിലിറ്റി. അപ്പോൾ എന്താണ് കൺസിസ്റ്റൻസി, കമ്പാരബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. ഓക്കെ. വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, വിച്ച് അമംഗ് ദി ഫോളോയിങ് ആർ നോട്ട് ഇൻ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. വേണമെങ്കിൽ കേട്ടോ ഒരു ചോദ്യം ചോദിക്കാം. ഇത് മൂന്നും തന്നിട്ട് ഇതിൻ്റെ കൂടെ ഓരോ ഓപ്ഷനും കൂടെ തരാം അല്ല. ചിലപ്പം അത് ഇതുമായിട്ടൊരു ബന്ധമില്ല, നമുക്ക് പെട്ടെന്ന് എറൈസ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. നമുക്ക് അങ്ങനെ ചോദിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ ഒരു സാധ്യത പറഞ്ഞതാണ്. ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നൊന്നും ഇല്ല, നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും രീതിയിലും ഒക്കെ ചോദിക്കാം. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റെഡ്യൂസ് ആംബിഗ്യൂറ്റി. ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അതിനകത്തൊരു കോൺസെപ്റ്റ് നമ്മൾ ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ചുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത് അല്ലേ. ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അക്കൗണ്ടിങ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഈ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പോഴും സാധാരണക്കാരനെ കൂടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതായത് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇത് വന്ന് നോക്കിയാലും അവൻ ഇത് മനസ്സിലാകണം, തിരിച്ചറിയാൻ പറ്റണം അല്ലെ. ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഈ കമ്പനിയുടെ നിലവിലുള്ള ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ എന്താണ് അവന് തിരിച്ചറിയാൻ കഴിയണം അല്ലേ. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ എന്താണ് വലിയ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള സംവിധാനത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വലിയ സംവിധാനം ഉണ്ടാക്കി വെക്കുന്നതിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആംബിഗ്യൂറ്റി ഉണ്ടാവും. ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കത് ക്ലിയർ അല്ല, സിമ്പിൾ അല്ല, പ്രിസൈസ് അല്ല, ആ സാഹചര്യം ഉണ്ട്. അപ്പോൾ എന്താണ് ഇതുള്ള ആംബിഗ്യൂറ്റി റെഡ്യൂസ് ചെയ്യുക. അതായത് ക്ലിയർ അല്ലാത്ത, അതായത് ഒരു ഭയങ്കരമായിട്ടുള്ള നമുക്ക് എന്താണ് ഇത് നോക്കുമ്പോൾ ഇതിനെന്തോ ഒരു ഭയങ്കര സംഭവമായിട്ട് കണ്ടത് ഇത് വ്യക്തമാകുന്നില്ല, ആ വ്യക്തത കുറവ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഫ്രോഡുലന്റ് റിപ്പോർട്ടിംഗ്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടാക്കി വെക്കുകയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് അതിനെ ഇങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഡിപ്രീസിയേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം. അസറ്റിനെ റീവാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡിപ്രീസിയേഷനും കൂടെ ഉൾപ്പെടുത്തി മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെരുപ്പിച്ച് കാണിക്കാം അല്ലേ, അസറ്റിൻ്റെ വാല്യൂ ഇത്രയുണ്ടെന്ന് പെരുപ്പിച്ച് കാണിക്കാം. പക്ഷെ അതിൻ്റെ ഡിപ്രീസിയേഷൻ അതിനകത്തുനിന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ആ അസറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ നമുക്ക് മനസ്സിലാകും. അല്ല, ഇപ്പോൾ നമ്മളൊരു കാർ വാങ്ങിച്ചു, നമ്മുടെ കമ്പനിക്ക് ഒരു കാർ ഉണ്ടെന്ന് വെക്കുക. ഓരോ വർഷവും നമ്മുടെ ആ കമ്പനി അസറ്റ് രേഖപ്പെടുത്തുമ്പോൾ ആ കമ്പനി ആ വാങ്ങിയ വില, ഇപ്പോൾ 4 ലക്ഷം രൂപയാണ് ആ കാറിൻ്റെ വില. നമ്മൾ ഓരോ വർഷവും ആ കാർ നമ്മൾ എത്ര വർഷം ഹോൾഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് എല്ലാ വർഷവും ഈ 4 ലക്ഷം രൂപ തന്നെ എഴുതി വെച്ചാൽ അത് ശരിയാവുമോ? ഇല്ല. കാരണം എന്താ? അതൊരു അസറ്റാ, അതിന് നമ്മളത് ഉപയോഗിക്കാൻ വാങ്ങിച്ചതാണ്. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അതിന് തേയ്മാനം, ഡിപ്രീസിയേഷൻ വിയർ ആൻഡ് ടിയർ അല്ലേ, തേയ്മാനം സംഭവിക്കും. അപ്പോൾ അതിൻ്റെ വില അല്ലെങ്കിൽ ആ ഡിപ്രീസിയേഷൻ എത്രയാണോ അത് കണക്കാക്കി കാൽക്കുലേറ്റ് ചെയ്ത് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നിങ്ങൾ അവിടെ കാണിക്കാൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ. എന്നാലേ കണക്ക് കൃത്യമാകൂ. അല്ലെങ്കിൽ നമ്മളത് പെരുപ്പിച്ച് കാണിക്കുകയാണ് അല്ലേ. 5 വർഷം മുമ്പ് വാങ്ങിച്ച കാറിൻ്റെ വില 6 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പോഴും അത് 6 ലക്ഷം എന്ന് എഴുതുന്നത് പെരുപ്പിച്ച് കാണിക്കുകയല്ലേ. കാരണം ഇപ്പോൾ അതിന് നിലവിൽ 6 ലക്ഷം രൂപ ഇല്ല വില, അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വിലയാണ് ഇപ്പോഴത്തെ നിലവിൽ അതിൻ്റെ വില. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറച്ചും കൂടെ റിലയബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ
ടു ഹെൽപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അതായത് പറയുന്ന ആൾക്കാരെല്ലാം നോക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ മലയാളത്തിന് അതിനെ അഭ്യുദയകാംക്ഷികൾ എന്ന് പറയും. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അഭ്യുദയകാംക്ഷികൾ, അതായത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളെയാണ് നമ്മൾ അഭ്യുദയകാംക്ഷി എന്ന് പറയുന്നത്. പണ്ട് ഈ ഊമക്കത്തൊക്കെ എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആൾക്കാർക്കിടയിൽ. അവരിങ്ങനെ എഴുതും ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന്, നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷി എന്ന് എഴുതും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നാണ്. ശരിക്കും അയാൾ നന്മയാണോ ആഗ്രഹിക്കുന്നത് നമുക്കറിയില്ല. ആണെങ്കിൽ അയാൾ ശരിക്കുള്ള പേര് എഴുതിയേനെ അല്ലേ. ഓക്കെ, നമ്മുടെ വിഷയമല്ല. എന്നാൽ പോലും എന്താണ് സ്റ്റേക്ക് ഹോൾഡർ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ നന്മ ആഗ്രഹിക്കുന്നത്. അയാൾക്ക് ചിലപ്പോൾ ബിസിനസ്സുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും കാണില്ല അല്ലേ. അപ്പോൾ അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇൻവെസ്റ്റേഴ്സ്. ഇപ്പം ഇവിടെ ഷെയർ ഹോൾഡർ. ഇപ്പം ഒരു ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവരെ എല്ലാം ഈ കാറ്റഗറിയിൽ പെടുത്താം. ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. അവരെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് നമ്മൾ പറയും. നമ്മുടെ ബിസിനസ്സിൻ്റെ ഇക്വിറ്റി വാങ്ങിക്കുന്ന ആൾക്കാരല്ല, ഇക്വിറ്റി സ്വന്തമാക്കിയ ആൾക്കാരെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അവരാണ് ബിസിനസ്സിൻ്റെ യഥാർത്ഥ ഓണേഴ്സ്. ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, നമ്മുടെ ക്രെഡിറ്റേഴ്സ്, അതായത് നമ്മൾ പണം കൊടുക്കാനുള്ളവർ, നമുക്ക് പണം കടമായിട്ടൊക്കെ തന്ന ആൾക്കാർ അല്ലേ. അപ്പോൾ നമുക്ക് അവർ നമുക്ക് കൊടുക്കണം, പണം കൊടുക്കാനുണ്ട് അവർക്ക് അല്ല. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ യഥാർത്ഥ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അവരെ നമ്മൾ കാണിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ അവരുടെ പണം നമ്മൾ അപ്പം തന്നെ തിരിച്ചു കൊടുക്കേണ്ടി നമ്മുടെ കമ്പനി, എന്നാലും അവർക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മളോട് എന്ത് നിലപാട് എടുക്കണമെന്ന് അല്ലേ. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ പരിതാപകരമാണെങ്കിൽ അവർ പറയും എത്രയും വേഗം ഞങ്ങളുടെ പണം തിരിച്ചു തരണം എന്ന് പറയും. ബാങ്കാണെങ്കിൽ ബാങ്ക് പറയും അല്ലേ. അല്ലെങ്കിൽ മറ്റാൾക്കാരാണ് നിങ്ങളുടെ കമ്പനി ഇനി നമുക്ക് ട്രസ്റ്റ് വർത്തി അല്ല, ഞങ്ങളുടെ പൈസ എത്രയും വേഗം തിരിച്ചു. എന്നാൽ ഫൈനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആണെങ്കിൽ, ഓരോ വർഷവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് അവർ പറയാം, കുഴപ്പമില്ല പതുക്കെയൊക്കെ തന്നാൽ നിങ്ങളുടെ കമ്പനി നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്, പതുക്കെ തന്നാൽ മതി എന്ന് നമ്മളോട് ക്രെഡിറ്റേഴ്സ് പറയും. അതൊക്കെ എങ്ങനെയാണ്? ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കി മനസ്സിലാക്കിയത്. ഇവരെല്ലാവരും ഇതിനെപ്പറ്റി വലിയ ധാരണയുള്ള ആൾക്കാരൊന്നും ആയിരിക്കണം എന്നില്ല. അവർക്കും കൂടെ മനസ്സിലാക്കാനുള്ള രീതിയിലാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ആൻഡ് ഗവൺമെന്റ്, സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ടാക്സ് ഫയലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഗവൺമെന്റിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ ആവശ്യമാണ്. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എന്താണ് ഡേറ്റ ഗവൺമെന്റിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സോ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഗവൺമെന്റ് പറയുന്ന രീതിയിൽ അല്ലേ, അവർ അനുശാസിക്കുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലായി. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഇൻ 1972. അത് എന്താണ് ICAI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിയമം വഴി രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ഇതിൻ്റെ പർപ്പസ് കൺസിസ്റ്റൻസി, കമ്പാരബിലിറ്റി, റിലയബിലിറ്റി, ടു റിമൂവ് ആംബിഗ്വിറ്റി, ഫ്രോഡുലന്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വിച്ച് മീൻസ് കമ്പനിയുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അതിനകത്ത് ഇൻവെസ്റ്റേഴ്സിന് നമുക്കിതിന് രണ്ടായിട്ടും പറയാം, ഇവിടെ വേർപെടുത്തിയും പറയാം അല്ലാതെയും പറയാം. ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ രണ്ടും രണ്ടാണ്. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് കളക്റ്റീവ്ലി പറയുമ്പോൾ ആ ബിസിനസ്സിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സും അതിനകത്ത് നമുക്ക് വേണേൽ അവരെ പരിഗണിക്കാം. ഓക്കെ. അവർക്കുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ധർമ്മം. ഓക്കെ. മനസ്സിലായോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന്? കോൺസെപ്റ്റും അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പിൾസ് ആണ് ഗവേൺ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ ഒരു കാര്യത്തെ സമീപിക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ഗവേൺ ചെയ്യുന്ന പോലെ ആ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആധാരം എല്ലാത്തിൻ്റെയും. ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ നിയമങ്ങളുടെ ആധാരം കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഈ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ കളക്റ്റീവ്ലി കോൺസെപ്റ്റ്സും കൺവെൻഷൻസും പ്രിൻസിപ്പിൾസാണ് അതിൻ്റെ ആധാരം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതുപോലുള്ള സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യണം അല്ലേ, ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ ദെയർ ഷാൽ ബി ആൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടല്ലേ. അതെങ്ങനെ വേണം, എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഇലക്ഷൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ നിയമം വഴി രൂപീകരിക്കപ്പെട്ടിരിക്കുക അല്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞത്
നിങ്ങളുടെ പരീക്ഷയിൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അക്കൗണ്ടൻസിയിൽ റിലേറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒത്തിരി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതുണ്ടോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 തുടങ്ങി 29 അവസാനിക്കുന്നത്. ഓക്കെ, ചില കൂടുതലും കുറച്ചിലുകളും ഒക്കെ ഉണ്ടാകാം, അത് ഡിപ്പെൻസ്. അത് നമ്മൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ നോട്ടിനകത്ത് 1 മുതൽ 29 വരെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നും അത് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നും ഇതിനകത്തുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20, ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക, about which thing or which aspect the accounting standard 26 is being discussed എന്നൊരു ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ 26ാമത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യത്തെ പറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഉത്തരം ഏതാണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ്. ഞാൻ അങ്ങനെ ഓരോന്നും ഓരോ സിംഗിൾ വേർഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓരോ ഇതും നിങ്ങൾക്ക് കാണാതെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ അതായിരിക്കും. അല്ലെങ്കിൽ കാണാതെ പഠിക്കാൻ ഞാൻ പറയില്ല, പക്ഷേ എന്നാൽ പോലും ഈ എക്സാം ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ടി വരും. എല്ലാം ഞാനപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നത് 1-2 പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. നമുക്കത് ഇതിലേക്ക് വരാം, നമുക്ക് നോക്കാം അതെന്താന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ള എന്നുള്ള നിലയിൽ ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതുകൊണ്ട് അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതിനകത്ത് ആദ്യമായിട്ടുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ആണ്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഇത് നമ്മൾ കോൺസെപ്റ്റിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഡിസ്ക്ലോഷർ, അതായത് നമ്മളെല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഓരോ ട്രാൻസാക്ഷനും അതിനനുബന്ധിച്ചിട്ടുള്ള എന്താണ്, കൺവെൻഷനിൽ പറഞ്ഞു, കോൺസെപ്റ്റിൽ പറഞ്ഞു, അതിനനുബന്ധിച്ചിട്ടുള്ള തെളിവുകൾ വേണം, എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം. ഹൗ ആൻഡ് വൈ അക്കൗണ്ടിങ് പോളിസീസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ പോളിസീസ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. പ്രുഡൻസ്, കൺസിസ്റ്റൻസി, കൺസെപ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആ സ്ലൈഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് വായിച്ചോണം. ഈ പശ്ചാത്തലത്തിലാണ്, അതായത് ഈ പറയുന്ന കോൺസെപ്റ്റുകളെ എല്ലാം എന്താണ് നമ്മൾ പറഞ്ഞത്, പ്രിൻസിപ്പിൾസ്. ഞാൻ പറഞ്ഞില്ല, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും കൺവെൻഷൻസിനെ നമ്മൾ കളക്റ്റീവായിട്ട് പ്രിൻസിപ്പിൾസ് എന്ന് വേണം നമുക്ക് വിളിക്കാം. ആ പ്രിൻസിപ്പിൾസിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത്. അതായത് വൈ, നിങ്ങൾ എന്തിന് ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നു വേണ്ട. നിങ്ങൾ ഈ പേര് പഠിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, അത് പഠിച്ചു വെക്കുക. പിന്നെ അത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നു അതും അറിഞ്ഞു വെക്കുക കേട്ടോ. അങ്ങനെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബട്ട് സ്റ്റിൽ എന്താണ് അതൊന്നും മനസ്സിലാക്കി വെക്കേണ്ടത് പ്രധാനമാണ്. പ്രധാനമായിട്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ പേര് ഓരോന്നും പഠിച്ചു വെച്ചോണം. പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാല്യുവേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2, വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. ഞാൻ ഇതിലെ പറഞ്ഞത് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് അല്ലേ, നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെ നമ്മുടെ ഒരു മാനുഫാക്ചറിങ് ഫേം ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ബിസിനസ് ഫേം ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചോളം എന്താണ് അവിടെ ഇൻവെൻട്രീസ് കാണും, സ്റ്റോക്ക് കാണും അല്ലേ. ആ സ്റ്റോക്കിനെ എങ്ങനെ വാല്യൂ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പറയുന്നത് എന്താണ്, ഹൗ ടു വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇൻവെൻട്രി ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ വില 50,000 രൂപയാണ്. 50,000 രൂപ, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം അതിന് ചിലവായിരിക്കുന്ന അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ വില
ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വേണ്ടി നമ്മളൊരു 3000 രൂപ ചിലവഴിക്കുന്നു. ഓക്കെ. മറ്റ് മിസലേനിയസ് എക്സ്പെൻസസ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം ലോഡിംഗ് ചാർജ്, ഓക്ട്രോയ്, ഫ്രൈറ്റ് എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ചാർജ് മൊത്തം ഒരു 1000 രൂപ ഇതിന് ചിലവഴിക്കുക. അപ്പോൾ ഇതിൻ്റെ മൊത്തം പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എത്രയായിരിക്കും ഇതിൻ്റെ വില, ഈ സാധനത്തിൻ്റെ വില? ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്, ഇതിൻ്റെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? ഇത് മാർക്കറ്റിലെത്തി ഇതൊരാൾ വാങ്ങണമെങ്കിൽ ഈ പണം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തുകയല്ലേ വരുന്നത്? 54,000 രൂപ അല്ലേ ആയിരിക്കും ഈ സാധനത്തിൻ്റെ വില. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സ്റ്റോക്കായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ വില എത്ര? ഈ പറയുന്ന സാധനങ്ങൾ വല്ലതും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് സ്റ്റോക്കായിട്ട് നിൽക്കുമ്പോൾ ഈ പറയുന്ന 50,000 രൂപ മാത്രമല്ലേ ഇതിന് ഇഫക്റ്റ് ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ഗോഡൗണിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ. അപ്പോൾ അത് ഇഫക്റ്റ് ആവും. അതിനാണ് നമ്മൾ NRV എന്ന് പറയുന്നത്. അതായത് മറ്റ് ചിലവുകളെല്ലാം കുറച്ച് അതിൻ്റെ നിലവിൽ ആ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണോ, അല്ലെങ്കിൽ കോസ്റ്റ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കോസ്റ്റും പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അല്ലേ. അതിൻ്റെ എക്സാക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻട്രി വാല്യൂ, ഇത് രണ്ടിൽ NRV ഇത് രണ്ടിൽ ഏതാണോ ചെറുത് അതായിരിക്കണം നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ടതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. അത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. ഇപ്പം അതല്ലെങ്കിൽ നമുക്ക് കണക്ക് പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും അല്ലേ. ഞങ്ങളുടെ ഭാഗത്ത് ഇത്ര സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം നമ്മുടെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ഈ പറയുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട് അതിനകത്ത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓരോ വർഷവും ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് കാണും എല്ലാ കമ്പനിയും. ക്ലോസിംഗ് സ്റ്റോക്ക് കാരണം നമുക്കറിയാം 1 April to 31 March. ഈ പറയുന്ന 31 March ആകുമ്പോഴത്തേക്കും ഒരു കമ്പനിയിൽ ബാക്കി നിലവിലുള്ള എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ അവരുടെ മേജർ ഏരിയ ഓഫ് ബിസിനസ് എന്താണോ അതിൽ ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും ക്ലോസിംഗ് സ്റ്റോക്കിൽ. കാരണം അന്ന് ആ ദിവസം ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ബാക്കിയുള്ളതല്ല, കമ്പനിയുടെ ഗോഡൗണിലുള്ളതല്ല. അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഒരു വർഷത്തിൻ്റെ അവസാനമാണ് അത് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അടുത്ത വർഷം ഇപ്പം 24-25 കാലഘട്ടത്തിലെ ഫിനാൻഷ്യൽ ഇയർ 24-25 ക്ലോസിംഗ് സ്റ്റോക്കാണ് 25-26 കാലഘട്ടത്തിലെ ഓപ്പണിംഗ് സ്റ്റോക്ക്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു കമ്പനിയുടെ ഇപ്പം രണ്ട് ഫിനാൻഷ്യൽ ഇയർ നമുക്ക് എടുക്കാം കേട്ടോ. 2024, 2025 ഒരു ഫിനാൻഷ്യൽ ഇയർ. ഇവിടെ 60,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ആ കമ്പനിക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. 24-25 അല്ല. അപ്പോൾ ഇത് ഇവിടെ 31 March ആയി കഴിയുമ്പോഴത്തേക്കും ഈ വർഷം അവസാനിച്ചു അല്ലേ. 31 March ആയി കഴിയുമ്പോൾ ആ വർഷം അവസാനിച്ചു. അപ്പോൾ അടുത്ത വർഷം തുടങ്ങുക 1 April ആകുമ്പോൾ അടുത്ത വർഷം തുടങ്ങും. അടുത്ത ഫൈനാൻഷ്യൽ ഇയർ കേട്ടോ. വർഷം ഞാൻ ഇവിടെ പറയുന്നത് ഫൈനാൻഷ്യൽ ഇയർ ആണ് കേട്ടോ. നമ്മുടെ സാധാ January to December അല്ല. വർഷം എപ്പോൾ ഞാൻ പറഞ്ഞാലും അത് ഫൈനാൻഷ്യൽ ഇയർ ആണെന്ന് ഓർത്തോണം. 25-26 കാലഘട്ടം തുടങ്ങുക അല്ലേ. അപ്പോൾ 25-26 കാലഘട്ടം തുടങ്ങുമ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് 60,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് എന്തായി മാറും? അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. കാരണം അടുത്ത വർഷം നമ്മൾ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സ്റ്റോക്ക് കൊണ്ടാണ്. അവിടെ തൊട്ടാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അത് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ വർഷം ഇത്രയും ബാക്കിയുണ്ട്, അത് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അത് നമുക്ക് കളയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ അടുത്ത വർഷം അത് ഉപയോഗിക്കേണ്ട സാധനമാണ് അല്ല. നമ്മളത് വിൽക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അവിടെ ചെയ്യുക. എക്സാമ്പിൾ ഒരു ഗുഡ്സ് തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും സാധനം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വർഷം നമ്മൾ തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാ? ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാ. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്കാണ് എപ്പോഴും എന്തെന്ന് പറയുന്നത് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ വീണ്ടും അക്കൗണ്ട് എഴുതി തുടങ്ങുന്ന അടുത്ത വർഷം. മനസ്സിലായോ? ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നാണ് അക്കൗണ്ട് എഴുതി തുടങ്ങുന്നത്. ആ ഓപ്പണിംഗ് സ്റ്റോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ അവസാനത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്ന നമ്മുടെ കാൽക്കുലേഷൻ തെറ്റാൻ സാധ്യത. കാരണം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ തുടങ്ങിയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ അവസാനിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ
അക്കൗണ്ട് തെറ്റിപ്പോകത്തില്ലേ? നമ്മൾ ഒന്നെങ്കിൽ പെരുപ്പിച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞു പോയി, അല്ല, ഈ 2 സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട്, കാരണം അതെന്നാ തുടങ്ങുന്നത്, സ്റ്റോക്കിൽ നിന്നാണ് തുടങ്ങുന്നത്, ഒരു അക്കൗണ്ട് എഴുതി ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകായി എന്താണ്, കമ്പനി അവരുടെ അക്കൗണ്ടിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ക്ലാരിറ്റി ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താണ്, കള്ളത്തരം കാണിക്കാൻ പാടില്ല, പെരുപ്പിച്ച് കാണിക്കാൻ പാടില്ല. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രീസ്, അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് സ്റ്റോക്ക്. ഇൻവെൻട്രീസ് എന്നപ്പോൾ വിചാരിച്ചാലും മനസ്സിൽ വിചാരിച്ചാലും സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം, സ്റ്റോക്ക്. ഓക്കെ, സോ അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത്. അടുത്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9, റവന്യൂ റെക്കഗ്നിഷൻ. നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ. വെൻ ദ റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ്, അതായത് എപ്പോഴാണ് ഒരു റവന്യൂ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് സെയിലിൻ്റെ കാര്യം, ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, ഒരാൾക്ക് ക്രെഡിറ്റിന് വിറ്റു, കടത്തിൽ വിറ്റു. കടത്തിൽ വിറ്റ് കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസത്ത് അതൊരു സെയിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് സെയിൽ ആയിക്കോട്ടെ, ക്യാഷ് സെയിൽ ആയിക്കോട്ടെ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് എ സെയിൽ, അല്ലേ? ഒരു കച്ചവടം അവിടെ നടന്നു, ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു. അതിൻ്റെ പണം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് പ്രാധാന്യമല്ല എവിടെ, അക്കൗണ്ടിങ്ങിൽ. അതിന് എന്താണ്, ഹാപ്പനിങ് ഓഫ് എൻ ഇവന്റ്, അത് സംഭവിച്ചു, റിയലൈസബിൾ നോട്ട് മിയർലി വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ്. ക്യാഷ് റിസീവ് ചെയ്യണോ നിർബന്ധം ഇല്ലെന്നേ. ഞാൻ കഴിഞ്ഞ ദിവസത്ത് പറഞ്ഞു, ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വളരെ ചെറിയ കാലഘട്ടത്തിലേക്കുള്ളൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചുമ്മാ അങ്ങനെ ചെയ്യുന്നതല്ല. എന്തുകൊണ്ട് അത് ചെയ്യുന്നത്? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നേരെ അടുത്ത് എന്താണ്, പൈസ കിട്ടിയിട്ടല്ലോ, അപ്പോൾ അത് അക്കൗണ്ടിൽ പെടുത്തണ്ട എന്ന് വേണം നമുക്ക് പറഞ്ഞാൽ മതി. അതങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. പിടികിട്ടിയോ? അല്ലാതെ ഇതാരും സ്വമേധയാ ചെയ്യുന്നതല്ല. വേണമെങ്കിൽ അയാൾക്ക് മറച്ചു വെക്കാം, അല്ലേ? ഒരു അത്രയും ടാക്സ് കുറഞ്ഞിരിക്കുമല്ലോ. കാരണം സെയിൽ നടക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇൻകം ഉണ്ടാവും. ഇൻകം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സെയിൽ നടന്നില്ലെങ്കിൽ ആ വർഷം അത്രയും ടാക്സ് കൊടുത്താൽ മതി എന്നല്ല ഒരാൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ICAI മുന്നോട്ട് വെച്ചിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുക എന്താണ്, നിങ്ങൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം. അത് പൈസ കിട്ടിയെന്നുള്ളത് പ്രശ്നമല്ല. ഹാപ്പനിങ് ഓഫ് എൻ ഇവന്റ്, ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചോ, നിങ്ങളത് റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 പറയുന്നത്. ഓക്കെ, റവന്യൂ റെക്കഗ്നിഷൻ മനസ്സിലായല്ലോ. അടുത്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് കോസ്റ്റ് വിത്ത് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ആൻഡ് റിവാലുവേഷൻ പെർമിറ്റഡ്. ഞാൻ മുമ്പ് നിങ്ങളോട് ആദ്യം പറഞ്ഞ എക്സാമ്പിളായി കിടക്കുന്നത്. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 അത് പറയുന്നത്. അതായത് നമ്മളൊരു അസറ്റിനെ മാനേജ് ചെയ്യുന്ന രീതി, ഒരു അസറ്റിനെ എങ്ങനെയാണ് നമ്മൾ എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, അതിന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ അറ്റ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിലവിലുള്ള വില. അതായത് നമ്മളൊരു 4 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങിച്ചിട്ട് 5 വർഷം ഉപയോഗിച്ചിട്ട് അതിൻ്റെ നിലവിലുള്ള വില എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ വിയർ ആൻഡ് ഇയർ 5% ആയിരിക്കും നമ്മളതിൻ്റെ ഡിപ്രീസിയേഷൻ, അല്ല 10% ആയിരിക്കും. അത് കണ്ടിട്ടുള്ള തുകയായിരിക്കണം നമ്മൾ അക്കൗണ്ടിൽ എഴുതേണ്ടത്. പിന്നെ റിയലൈസേഷൻ ഉണ്ട്, അതിൻ്റെ യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കുക. അതിൻ്റെ നിലവിലത്തെ ഡിപ്രീസിയേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് റിയലൈസ് ചെയ്ത വാല്യൂ അതും ചേർത്തിട്ട് മാത്രമേ, അതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് കാണിക്കാവുള്ളൂ, അല്ലെ എന്ത് ചെയ്യാവുള്ളൂ, അതിനെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താവുള്ളൂ എന്നാ പറഞ്ഞ്. നമ്മളെല്ലാ അക്കൗണ്ടിനകത്ത് നിങ്ങളിനി ഞാൻ നിങ്ങളെ കാണിക്കാം അടുത്ത ദിവസങ്ങളിലൊക്കെ. അത് നമ്മൾ അടുത്ത പഠിക്കുന്ന സമയത്തൊക്കെ കാണിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ അക്കൗണ്ടൻസി സ്റ്റുഡൻസ് ഒന്നും അല്ല, ഇപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കറിയാം. ഇപ്പം അവർക്കൊരു പ്രോബ്ലം കൊടുക്കുകയാണ്, എന്താണ്, ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം കൊടുക്കുക. കുറേ ഐറ്റംസ് കൊടുക്കുക. അതിനകത്ത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ഡിപ്രീസിയേഷൻ എന്നൊരു വാക്കും കൂടെ കാണും. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം കേട്ടോ. കാര്യം ചിലപ്പോൾ പ്രോബ്ലം പേപ്പർ അങ്ങനെ നിർബന്ധമല്ല, അത് അക്കാഡമിക് പർപ്പസിനാകുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യില്ല. പക്ഷെ അല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ റിയാലിറ്റി എപ്പോഴും അസറ്റിൻ്റെ കൂടെ എന്ത് വേണം,
ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ റീവാല്യൂഡ് അസറ്റ്, റീവാലുവേഷൻ നടത്തിയ തുക എത്രയാണോ അതിന് ആ അസറ്റിന് റീവാലുവേഷൻ നടത്തി അതിൻ്റെ തുക എത്രയാണോ ആ തുകയായിരിക്കും നമുക്ക് എപ്പോഴും അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അതെന്തുകൊണ്ടാണ്? ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല. ഇയാൾക്ക് ഇത് കാണിക്കുന്നതാണ് നല്ലത്, 4 ലക്ഷം രൂപ കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്താ? അയാളുടെ അസറ്റിന് അയാൾക്ക് അത്ര ആസ്തി ഉണ്ടെന്ന് അയാൾക്ക് കാണിക്കാൻ പറ്റും അല്ലേ. എനിക്ക് ഇത്ര ആസ്തിയുണ്ട്, പക്ഷേ ഈ 4 ലക്ഷം ഡിപ്രീസിയേഷൻ കുറയുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അയാളുടെ ആസ്തി കുറഞ്ഞായിട്ട് കാണിക്കും അല്ലേ. റിയാലിറ്റി എന്താണെന്നുള്ളത് കാണിക്കും. അത് അയാൾ മനസ്സാ ചെയ്യുന്നതാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന എന്താണ് അസറ്റിനെ, ഫിക്സഡ് അസറ്റ്സിനെ എന്ത് ചെയ്യുന്നു? ഫിക്സഡ് അസറ്റ്സിനെ നിങ്ങൾ ഫിക്സഡ് അങ്ങനെ കരുതണ്ട, അസറ്റ്സിനെ. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്തി. ഓക്കെ, ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള ആസ്തികൾ. ഓക്കെ, സോ എന്താണ് പ്രോപ്പർട്ടി, പ്ലാന്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, എക്യുപ്മെന്റ്സ്, മെഷീനറീസ്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഫിക്സഡ് അസറ്റാ. മെഷീനറി സ്ഥായിയായിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ഫിക്സഡ്. അതിന് വാക്കതാ ഫിക്സഡ് അസറ്റ്. ഫിക്സ് ചെയ്തിരിക്കുക, ഫിക്സഡാ നിങ്ങളുടെ അസറ്റാണ് ഫിക്സഡ് അസറ്റ്സ്. ഓക്കെ, വേറെ ഒത്തിരി അസറ്റുകളുണ്ട്. ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്, നോൺ കറണ്ട് അസറ്റ്സ് ഉണ്ട്. ഒക്കെ അതൊക്കെ നമ്മൾ റേഷ്യോൻ്റെ ഭാഗമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ പറയാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് അത് ഇവിടെ കിടക്കുന്നത്. അടുത്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 22 ടാക്സസ് ഓൺ ഇൻകം. Requires recognition of current tax and deferred tax due to timing differences. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ടാക്സിൻ്റെ കാര്യം. അതായത് നമുക്ക് ചില പ്രൊവിഷൻസ് ഓഫ് ടാക്സേഷൻ ഉണ്ട്. പ്രൊവിഷൻസ്, ഇപ്പോൾ പ്രൊവിഷൻ ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപ ടാക്സ്, ഞാൻ ഏറ്റവും കോമൺ മാൻസ് ലാംഗ്വേജിലാണ് പറയുന്നത്, ഇതൊരു സ്റ്റാൻഡേർഡൈസ് ഫോം അല്ല, അത് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ തലത്തിൽ അതിനെ കാണാവുള്ളൂ. ഇത് എക്സാക്ട്ലി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം, അതിന് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഇത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടി, ഇപ്പം നമുക്ക് നമ്മുടെ മുൻ വർഷങ്ങളിലെയൊക്കെ ടാക്സിൻ്റെ ഒരു രീതി വെച്ചിട്ട് എപ്പോഴും നമ്മൾ കൺസർവേറ്റിസം കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, അവരെപ്പോഴും പ്രശ്നങ്ങളെപ്പറ്റി, അക്കൗണ്ടൻസ് എപ്പോഴും പ്രശ്നങ്ങളെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്, അല്ലാതെ മറ്റ് ഗെയിൻസിനെ പറ്റി അല്ല ചിന്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെപ്പോഴും പ്രൊവിഷൻ കൊടുക്കും ടാക്സിന്. ഇപ്പം അടുത്ത വർഷത്തെ ടാക്സ് 3 ലക്ഷം രൂപയാണ്, അതിന് പ്രൊവിഷൻ കൊടുത്തിരിക്കുക 3 ലക്ഷം രൂപ. ആ പ്രൊവിഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ ഡ്യൂ ടു ടൈംലി ഡിഫറൻസസ് എന്താണ്, ചിലപ്പോൾ ഈ പ്രൊവിഷൻ പോരാകാതെ വരും, ചിലപ്പോൾ ഈ പ്രൊവിഷനെ കഴിഞ്ഞ് കവിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ എന്താണ്, ഈ ടൈംലി ഡിഫറൻസസ് കാരണം ഇതിൻ്റെ മൂല്യത്തിൽ മാറ്റം ഉണ്ടാകും. ഓക്കെ, സോ അപ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ടാക്സിനെയും ഡെഫേർഡ് ടാക്സിനെയും എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം ടൈമിംഗ് ഡിഫറൻസ് കൊണ്ട് ഇതിൻ്റെ മൂല്യത്തിൽ, ടാക്സിൻ്റെ വാല്യൂവിലെ മൂല്യത്തിന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇത് എന്താണ് ഡെഫേർഡ് എന്താണ് അസറ്റിനകത്തും ലൈബിലിറ്റിക്കകത്തും, ഇത് രണ്ടിനകത്തും ഇത് വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനകത്തും വന്നു കഴിഞ്ഞാൽ ഈ മൂല്യത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾ അതിൻ്റെ സാങ്കേതികത്വം ഒന്നും പഠിക്കണ്ട, കാര്യം മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ ടാക്സിൻ്റെ കാൽക്കുലേഷൻ, അല്ലെ ഈ പറയുന്ന ടാക്സിൻ്റെ മൂല്യത്തിൽ, വാല്യൂയിലുണ്ടാകുന്ന വ്യത്യാസം, ഈ പറയുന്ന പ്രൊവിഷനിലുണ്ടാകുന്ന വ്യത്യാസം, ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ ഉണ്ടായാൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഓക്കെ, ടാക്സസ് ഓൺ ഇൻകം, അതായത് എന്താണ് ഇൻകത്തിലുണ്ടാകുന്ന ടാക്സസിനെ, അതിൻ്റെ ടൈംലി ഡിഫറൻസസ് കാരണം ഉണ്ടാകുന്ന ആ മൂല്യത്തിലുണ്ടാകുന്ന ആ ടാക്സിൻ്റെ എമൗണ്ടിലോ അല്ലെങ്കിൽ മറ്റ് അസറ്റ്സിൻ്റെയോ ലയബിലിറ്റീസിൻ്റെയോ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെ എങ്ങനെ അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിത് പഠിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 22 എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം. ഓക്കെ, കുറച്ച് സാങ്കേതികത്വം ഉണ്ട്, അതുകൊണ്ട് ഞാനത് നിങ്ങളെ പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇത് കാര്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ്, കണ്ടിജന്റ് അസറ്റ് 29. ഇത് സ്ഥിരമായിട്ട് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. കാരണം പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്ന ഏറ്റവും കൂടുതൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 29. പ്രൊവിഷൻസ്,
കണ്ടിജന്റ് ലൈബിലിറ്റീസ്, കണ്ടിജന്റ് അസറ്റ്. ഇതിൻ്റെ പേരൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, നമുക്ക് ഓരോ ഘട്ടത്തിലും അങ്ങനെ പഠിച്ചു വരും. അപ്പം നമുക്ക് ഈ കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അത്യാവശ്യ ഘട്ടങ്ങൾ എന്നുള്ളതാണ് വാക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് പ്രൊവിഷൻസ്, അതായത് ലൈബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ആർ ഓൺലി ഡിസ്ക്ലോസ്ഡ്, അതായത് പ്രൊവിഷൻ ഈസ് റെക്കോർഡഡ് ഫോർ ദ പ്രസന്റ് ഒബ്ലിഗേഷൻസ്, അതായത് നമുക്ക് നിലവിലുള്ള ഒബ്ലിഗേഷൻസിന് മാത്രമേ പ്രൊവിഷൻസ് കൊടുക്കാൻ പറ്റൂ. ഒബ്ലിഗേഷൻസ് പറഞ്ഞാൽ ഇപ്പം ഡിപ്രീസിയേഷൻ, നമുക്ക് അസറ്റ്സ് ഉണ്ട്, അതിനകത്ത് തേയ്മാനം സംഭവിക്കും, അത് നിലവിലുള്ള കാര്യമാണ്, അതിനെ നമുക്ക് പ്രൊവിഷൻ കൊടുക്കാൻ പറ്റും. ടാക്സ് ഒരു റിയാലിറ്റി, അത് വർഷത്തിൻ്റെ അവസാനം അത് കൊടുക്കേണ്ടി വരും, നമുക്ക് അതിനെ പ്രൊവിഷൻസ് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്തൊരു കാര്യം അല്ലെ, ഇനിയും അടുത്ത 5-6 വർഷങ്ങൾക്ക് ശേഷം വന്നേക്കാവുന്ന ഒരു കാര്യത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, പ്രൊവിഷൻസ് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഈ പറയുന്ന കണ്ടിജന്റ് ലയബിലിറ്റീസും കണ്ടിജന്റ് അസറ്റ്സും. അതായത് എന്താണ്, വളരെ അടുത്ത കാലത്ത്, വളരെ എന്താണ് എമർജൻസി പീരീഡിൽ ഉണ്ടാകുന്ന അസറ്റ്സിനും ലയബിലിറ്റീസിനുമാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ നീക്കിയിരിപ്പ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം വാക്ക്, നീക്കിയിരുത്തുക. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ്, കണ്ടിജന്റ് ലയബിലിറ്റീസിനും കണ്ടിജന്റ് അസറ്റ്സിനും മാത്രമായിരിക്കണം. അല്ലാതെ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനോ ഒരു ഇൻസിഡൻറ്റിനോ ഒരു അസറ്റിനോ ഒരു ലയബിലിറ്റിയൊക്കെയോ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവിഷൻസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇപ്പം ഞാനത് നിങ്ങൾ ഡിപ്രീസിയേഷൻ ടാക്സും ഇത് ചെയ്താൽ മതി. ഡിപ്രീസിയേഷൻ എപ്പോഴും അസറ്റിനാ. ഇപ്പം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ ഒരു കണ്ടിജൻസി ഉള്ള അല്ലെങ്കിൽ ഒരു വളരെ എന്താണ് അടുത്ത കാലഘട്ടത്തിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഈ അക്കൗണ്ടിങ് പീരീഡിലോ വരുന്ന അക്കൗണ്ടിങ് പീരീഡിലോ ഒക്കെ റെലവൻ്റ് ആയിട്ടൊരു സാധനമാണ്. അതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്സ്. ഇപ്പൊ ബാഡ് ഡെപ്സ് അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ബാഡ് ഡെപ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം. നമുക്ക് ഇപ്പം നമ്മൾ ഈ അക്കൗണ്ടിങ് പീരീഡിൽ കൊടുത്തതാണല്ലോ, കഴിഞ്ഞ വർഷം കൊടുത്ത പണമാണ് നമുക്ക് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടത്തിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, എന്ത് വെക്കണം, പ്രൊവിഷൻ. അല്ലാതെ നമ്മൾ കടം കൊടുക്കും, അതിന് കിട്ടിയില്ലെങ്കിൽ കൊടുത്തതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രൊവിഷൻ കൊടുക്കാൻ പറ്റൂ. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്സ് നമ്മൾ കൊടുക്കുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്സ് നിലവിലുള്ള. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ലൈബിലിറ്റീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്, ടാക്സ് നമ്മുടെ ഒരു ലൈബിലിറ്റിയാണ്, നമ്മൾ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട പണമാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, നിലവിൽ അടുത്ത ഈ വർഷം അവസാനമാകുമ്പോൾ നമുക്ക് എന്ത് വരും, ടാക്സ് വരും, അതിനെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റൂ, പ്രൊവിഷൻ ഫോർ ടാക്സ്. അപ്പം നമുക്ക് നിലവിലുള്ള അല്ലെങ്കിൽ വളരെ കണ്ടിജൻ്റ് ആയിട്ടുള്ള അസറ്റ്സിനും ലയബിലിറ്റീസിനും മാത്രമാണ് പ്രൊവിഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത്. അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 29 പറയുന്നത്. അപ്പോൾ പ്രൊവിഷൻസിൻ്റെ കാര്യം എവിടെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിജന്റ് ലയബിലിറ്റീസ് അസറ്റ് എന്നൊന്നും പറയില്ല. എന്താണ് പ്രൊവിഷൻസിനെ സംബന്ധിച്ചുള്ള പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 29 എന്ന് എഴുതണം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്താണ്. 1 പറഞ്ഞു, നമ്മൾ 9 പറഞ്ഞു, 22 പറഞ്ഞു, 29 പറഞ്ഞു. അങ്ങനെ കുറേ 2-3 പ്രധാനപ്പെട്ടതെണ്ണം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്താണെന്നുള്ളത്. പക്ഷേ ഐ സജസ്റ്റ് യു പീപ്പിൾ ടു സ്റ്റഡി ഓൾ ദീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഇത് ഈ 29 എണ്ണവും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. ചിലപ്പോൾ 1-2 മാർക്ക് കിട്ടും. നമുക്ക് ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം അക്കൗണ്ടൻസിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ എക്സാക്ട് തിയററ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ എക്സാക്ട് തിയററ്റിക്കൽ പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ. ബാക്കി എല്ലാം ഈ പറയുന്ന പ്രോബ്ലംസുമായിട്ട്, പ്രാക്ടിക്കൽ പ്രോബ്ലംസുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിനോട് അനുബന്ധിച്ച് വരുന്ന തിയറി. ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വരുന്ന ഒരു തിയറിയാണ്. അതുകൊണ്ട് അങ്ങനെ വളരെ തിയറി പോർഷൻസ് കുറവാണ് അക്കൗണ്ടൻസിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും റെലവൻ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും അധികം ചോദിക്കാനില്ല. ഒരു എന്താണ് ഫുള്ളി തിയറി പാർട്ട് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. ഞാനിതെല്ലാം ഒന്നും പറയുന്നില്ല, ഇതിനകത്ത് ഓരോന്നും പറയുന്നുണ്ട് അല്ലേ.
AS4 ഇവൻ ഒക്കറിങ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു ഇന്നലെ അല്ലേ, 31 ഡിസംബർ അല്ല 31 മാർച്ച് 2026. ഈ നമ്മളിപ്പം ഈ നിൽക്കുന്ന ക്ലാസ്സിൻ്റെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ബാലൻസ് ഷീറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഇതായിരിക്കുന്നു. ആസ് ഓൺ 31 മാർച്ച് 2026 ഇതായിരിക്കും നമ്മുടെ ഡേറ്റ്. ആ ഡേറ്റിനെ സംബന്ധിച്ചുള്ള എന്താണ്, എങ്ങനെയാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ഇയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇതാ റവന്യൂ റെക്കഗ്നിഷൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കാര്യം. ഓക്കെ, ഗവൺമെന്റ് ഗ്രാൻസ് ഒരു കമ്പനിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗ്രാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഏത് തരത്തിലാണ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഗവൺമെന്റ് എല്ലാ വർഷവും പല തരത്തിലുള്ള ഗ്രാൻസ് ആൻഡ് എയ്ഡ്സ് ഒക്കെ കൊടുക്കും അല്ലെ, പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും. അപ്പോൾ അങ്ങനെ ഗ്രാൻസ് ആൻഡ് എയ്ഡ്സ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെയാണ്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 പറയുന്നത്. ഓക്കെ, അമാൽഗമേഷൻസ്, ഈ വാക്ക് നിങ്ങൾ കേട്ടാവും. അമാൽഗമേഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്കൊക്കെ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ A+B, എ എന്ന് പറയുന്ന എ ബി കമ്പനി, എ എന്ന് പറയുന്ന ഒരു കമ്പനി, ബി എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്ന് എന്താണ് പുതിയൊരു കമ്പനിയാണ്. AB എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയാകുന്നു. ഓക്കെ, അമാൽഗമേറ്റ് ചെയ്യുക, രണ്ടും കൂടെ ചേർന്ന് അമാൽഗമേറ്റ് ചെയ്ത് AB എന്ന് പറയുന്ന AB പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയായി. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A and B, എ എന്ന് പറയുന്ന കമ്പനിയുണ്ട്, പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്, എ എന്ന് പറയുന്ന കമ്പനി ബിയെ ടേക്ക് ഓവർ ചെയ്യുക. അതായത് എ എന്ന് പറയുന്ന നിലവിലുള്ള കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ്സിനെ ടേക്ക് ഓവർ ചെയ്യുക. അവർ മൊത്തത്തിൽ എന്തായി മാറും, എ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാവും. ഇവിടെ പുതിയൊരു കമ്പനി ജനിക്കും, ന്യൂ കമ്പനി ഉണ്ടാവും. ഇവിടെ അമാൽഗമേഷന്റെ കേസിലാണെങ്കിൽ ഒരു പുതിയ കമ്പനി ജനിക്കുന്നു. ഇവിടെ പുതിയ കമ്പനി ജനിക്കുന്നില്ല. കാരണം എന്താണ്, എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അതിനെ ടേക്ക് ഓവർ ചെയ്യുക. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ബിഗ് ബസാർ എന്ന് പറയുന്ന ഫേമിനെ അല്ലെങ്കിൽ അവരുടെ ആ ബിസിനസ് ഗ്രൂപ്പിനെ റിലയൻസ് ഏറ്റെടുത്തു അല്ലെ, റിലയൻസ് പോയിന്റ്സ് അല്ലെ, റിലയൻസ് അങ്ങനെ എന്താണ് ഇപ്പം അതിൻ്റെ പേര്. ആ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്ത് അവരൊരു കൈൻഡ് ഓഫ് കമ്പനി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഇതിനെ ലയിപ്പിക്കുക ചെയ്തത് അല്ലേ. അവർ വേണമെങ്കിൽ അല്ലെങ്കിൽ റിലയൻസ് ബിഗ് ബസാർ എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അമാൽഗമേഷൻ ഏറ്റവും നല്ല എക്സാമ്പിളാണ് വോഡഫോൺ ഐഡിയ. നിങ്ങൾക്കറിയാം അല്ലേ, വോഡഫോൺ എന്ന് പറയുന്ന കമ്പനി ഐഡിയ എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്ന് എന്തായി, പുതിയ VI എന്ന് പറയുന്ന പുതിയൊരു കമ്പനി ഉണ്ടാക്കി. ഇത് അമാൽഗമേഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കമ്പനി ഏറ്റെടുക്കുക. അവിടെ പുതിയൊരു കമ്പനി ജനിക്കുന്നില്ല, പക്ഷെ ബിസിനസ് ഏറ്റെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ല, അത് ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊസീജിയറാണ്. അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇപ്പം ഞാൻ കുട്ടികളെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യിക്കുമ്പോൾ അമാൽഗമേഷൻ്റെ ഒക്കെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒരു 2-3 പേജൊക്കെ കാണും പ്രോബ്ലംസ് വരുന്ന സമയത്ത്. നിങ്ങൾക്ക് അതൊന്നും പഠിക്കണ്ട കേട്ടോ, ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു അമാൽഗമേഷൻ, അതായത് ഇപ്പോൾ നമുക്ക് കുറേ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അമാൽഗം വലിയൊരു പ്രോസസ്സാണ് അത്. അപ്പോൾ അതിനകത്തിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, കാരണം 2 കമ്പനികൾ ചേർന്ന് ഒരു കമ്പനിയാകുക. അപ്പോൾ ഇത്രയും ഈ 2 കമ്പനികളുടെയും എന്താണ് ട്രാൻസാക്ഷൻസും ഈവൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ചെയ്യപ്പെടണം. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ചുമ്മാ നമുക്ക് നമ്മുടെ തോന്നിയാസം ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എംപ്ലോയി ബെനിഫിറ്റ് ഇപ്പോൾ ഈ ESOP പോലുള്ള എംപ്ലോയി ബെനിഫിറ്റ് സ്കീമുകളൊക്കെ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഉണ്ടാവും. നമ്മൾ എന്താണ് ശമ്പളത്തിന് പകരം ഷെയർ കൊടുക്കുന്നു. അതുപോലെ മറ്റ് ബെനിഫിറ്റ്സ്, അവരുടെ എന്താണ് ഇൻഷുറൻസ്, മറ്റു കാര്യങ്ങൾ എല്ലാം എന്താണ് അവർക്കുള്ള മറ്റ് ബെനിഫിറ്റ്സുകളെല്ലാം അതൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇതെല്ലാം അക്കൗണ്ട് ചെയ്യപ്പെടുന്ന കാര്യമല്ലേ. ഇതെല്ലാം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 പറയുന്നത്. ഓക്കെ, ലീസസ്, നമ്മൾ ഈ ഗോഡൗണും മറ്റു കാര്യങ്ങളൊക്കെ ലീസിന് എടുക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊവിഷൻ എന്താണ് എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 പറയുന്നത്. ഏണിങ്സ് പെർ ഷെയർ, ഇതൊക്കെ വലിയ കോൺസെപ്റ്റുകളാണ്. നിങ്ങളതൊക്കെ ജസ്റ്റ് എന്താണെന്ന് പഠിച്ചാൽ മതി. ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പറും അതെന്താണെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, ഒരു കമ്പനി നിർത്തുക, ഒരു പരിപാടി നിർത്തുക. നമ്മൾ പറഞ്ഞു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ. അതായത് ഒരു കമ്പനി ഒരിക്കലും ഒരു ജീവിതകാലത്തിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ അത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞു ഗോയിങ് കൺസേൺ. അത് കണ്ടിന്യൂസ്, ദേ വിൽ കണ്ടിന്യൂ ദെയർ ഓപ്പറേഷൻ ഫോർ എൻ എൻഡ് പീരീഡ് ഓഫ് ടൈം. അതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. അത് ഞാൻ അത് പറഞ്ഞപ്പോൾ ഓർത്ത് കേട്ടോ. നിങ്ങൾക്ക് അത് എപ്പോഴും നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റും
ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റും ഈ ഗോയിങ് കൺസേണും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. അത് പല കുട്ടികൾക്കും അത് മാറിപ്പോകുന്നൊരു ഇത് ഞാൻ കാണുന്നുണ്ട്. ആ എൻറ്റിറ്റി എന്നുള്ള വാക്ക് അതിനകത്തെ പ്രശ്നം. എൻറ്റിറ്റി, എൻഡ് എന്നുള്ളൊരു വാക്ക് അതല്ല, അത് രണ്ടാണ്. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് നമ്മളൊരു സെപ്പറേറ്റ് വ്യക്തിയായിട്ട് കാണും. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോവും. നമ്മളല്ലെങ്കിൽ വേറൊരാൾ, അത് തുടർന്നുകൊണ്ടേ ഇരിക്കും. ആ ഒരു കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ. ഇത് രണ്ടും മാറിപ്പോകരുത്. ഇത് ഞാൻ പറയാൻ കാര്യം ഇത് തന്നെ എക്സാക്ട്ലി ഈ ചോദ്യം തന്നെ വേറൊരു എക്സാമിന് ചോദിച്ചപ്പോൾ പല കുട്ടികളും ആ ചോദ്യം ശരിക്കും ഗോയിങ് കൺസേണിൻ്റെ ചോദ്യമായിരുന്നു. പക്ഷേ ഈ ഓപ്ഷൻ അതിനകത്ത് നടന്നപ്പോൾ പല കുട്ടികളും ഈ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. കാരണം ഞാൻ അവരോട് ചോദിച്ചത് എന്താ നിങ്ങൾ അത് എഴുതിയതിന് കാരണം എന്ന് ചോദിച്ചാൽ, ഈ എൻറ്റിറ്റി എന്നുള്ള വാക്കാണ്, എൻഡ് എന്നുള്ള ഇതിനെയൊക്കെ ഒരു ബന്ധവുമില്ല. എൻഡും എൻറ്റിറ്റിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടേ പെട്ടെന്ന് നമ്മൾ ഈ കറക്കി കുത്തുമല്ലോ അല്ലേ. അതെല്ലാവരും ചെയ്യുന്ന. ഇപ്പം എനിക്ക് അക്കൗണ്ടൻസി അറിയാവുന്നതുകൊണ്ട് ഞാനിത് പറയുന്നു. ഇപ്പം നിങ്ങൾ എന്നോട് ഫിസിക്സോ കെമിസ്ട്രിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്കി കുത്തും. അല്ല, നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ അതങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതിന് തെറ്റല്ല ഞാൻ പറഞ്ഞത്. നമുക്കത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, നമുക്കതൊക്കെ മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞത്, ഓപ്പറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവരെന്ത് നിലപാടാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയറാണ് അവിടെ പാലിക്കേണ്ടതെന്നുള്ളതാണ് 24 പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ടാഞ്ചിബിൾ അസറ്റും ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റും ഉണ്ട്. ഇൻടാഞ്ചിബിൾ നമ്മൾ മുമ്പ് അസറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് പറഞ്ഞു, പ്രൊവിഷൻസ് ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് ഓഫ് അസറ്റ്സ് ഒക്കെ നമുക്ക് ഇനിയും വരുന്ന പോർഷൻസിലൊക്കെ വരും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അന്നേരം റേഷ്യോ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം അതിനെപ്പറ്റി നോക്കാം. ഓക്കെ, ഇഫ് ടൈം പെർമിറ്റ്സ്. അപ്പോൾ അതാണ് എന്താന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നിങ്ങൾ എന്തായാലും പഠിച്ചോണം. ഇതിനകത്ത് ഒരു 1-2 ചോദ്യം വരും. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ നിന്ന് ഒരു ചോദ്യം വരും, ഉറപ്പായിട്ടും വരും. കൺവെൻഷൻസിൽ നിന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. കോൺസെപ്റ്റ്സ് അല്ല, കൺവെൻഷൻസ് ഒരു 2 ചോദ്യം ഉറപ്പാണ്. ഇതിനകത്തുനിന്ന് ഒരു 2 ചോദ്യം ചോദിച്ചേക്കാം. ഓക്കെ, ഇതിലെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 10-15 ചോദ്യങ്ങളൊക്കെ അക്കൗണ്ടൻസിയിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ മേഖലയിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു വെയിറ്റേജ് ഉള്ളൊരു ഡിസൈഡിങ് ഫാക്ടറാണ്. ബാക്കി എല്ലാവരും നമ്മൾ എപ്പോഴും ഒരു പരീക്ഷ എഴുതുമ്പോഴേ നമ്മളെല്ലാവരും എഴുതണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്തായി പോകും. ഇപ്പോൾ പൊളിറ്റി ആയിക്കോട്ടെ, ഇക്കണോമി ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങൾ, അതൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം, എന്നാൽ അധികം ആരും അറ്റൻഡ് ചെയ്യാൻ സാധ്യതയില്ലാത്ത സിമ്പിളായിട്ടുള്ള മേഖലകളുണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, അതുപോലെ ഒരു മേഖലയെ സത്യം പറഞ്ഞാൽ അക്കൗണ്ടൻസി ആരും അധികം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാത്തൊരു, ഈ പേരൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് പേടിച്ചു അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. പണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലൊരു കൊമേഴ്സ് അധ്യാപകനായിട്ട് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര കെമിസ്ട്രി എന്തോ സംഭവമാണെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഡിസൈഡ് ചെയ്തു ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റഡി സയൻസ് അഗെയിൻ. ഓക്കെ, അങ്ങനെ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ടി വന്നു. ഓക്കെ, സോ അക്കൗണ്ടൻസി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഒന്നും പേടിക്കേണ്ട, സംഭവം ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് മനസ്സിലായോ? ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഓരോന്ന് ഏതാ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് കണ്ടിന്യൂസ്ലി ചോദിക്കുകയും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ചോദിക്കുകയും കണ്ട ചോദ്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇതിപ്പോൾ തന്നെ കാണാതെ പഠിച്ചോണം. ഇതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വാക്ക് ഇതിപ്പോൾ തന്നെ കാണാതെ പഠിച്ചോണം. ഓക്കെ, ഇത് ശരിക്കും എന്താണ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന 1973 വരെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളൊക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഗ്ലോബലി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്ലോബലി അതിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്താണ് IFRS 2001 IFRS രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, സോ ഡെവലപ്ഡ് ബൈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഈ ബി സൂക്ഷിച്ചോണം, കാരണം അതിനകത്ത് ഇതിങ്ങനെ ചോദിച്ചപ്പോൾ ഒരിക്കൽ ചോദിച്ച ചോദ്യം എന്താണ്, ഈ IAS, അതായത് ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് രൂപീകരിച്ചത് ഈ ബോർഡിന് ഇവിടെ കമ്മിറ്റിയാണ്.
കേട്ടോ, കമ്മിറ്റി. ഈ ബിക്ക് പകരം സി. ഓക്കെ, എന്നാൽ നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ ബി തന്നെ. ഓക്കെ, അതൊന്ന് സൂക്ഷിച്ചോണം. അപ്പോൾ ഇതെന്തിനാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഗ്ലോബലി നമുക്ക് എങ്ങനെ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ട്രാൻസ്പെറൻസി, കമ്പയറബിലിറ്റി, സുതാര്യത, ട്രാൻസ്പെറബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്ലോബലി നമുക്ക് എങ്ങനെ അതിനൊരു യൂണിഫിക്കേഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനൊരു യൂണിവേഴ്സാലിറ്റി കൊണ്ടുവരാം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് IFRS രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ IFRS രൂപീകരിച്ചപ്പോൾ എന്താണ് അതിനകത്ത് വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഓൾറെഡി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഇൻ്റർനാഷണലി ഇങ്ങനെ ഒരു യൂണിവേഴ്സാലിറ്റി വന്നപ്പോഴേ നമുക്കത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു സംഗതിയോട് യോജിക്കാൻ പറ്റാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഇത്രയും സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോഴാണ് ഗവൺമെൻറ് എല്ലാവരും കൂടെ തീരുമാനിച്ച് എന്ത് ചെയ്തത്, IND-AS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് രൂപം കൊടുത്തു. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിലെ എക്കണോമിക് കണ്ടീഷനും ഇന്ത്യയിലെ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് അതേസമയം IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനോട് എന്താണ് ആനുപാതികം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഇന്ത്യയിൽ അല്ലെ എന്താണ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് IND-AS എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും. അതായത് ആദ്യം നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, നോർമലി നമ്മുടെ ICAI രൂപം കൊടുത്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതിനുശേഷം IFRS വന്നു. 1977 IFRS വരുന്നതെന്ന് എൻ്റെ ഓർമ്മ, 77 IFRS വന്നു. IFRS വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതുമായിട്ട് പെട്ടെന്ന് യോജിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും IFRSും കൂടെ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് രൂപം കൊടുത്തു. ഓക്കെ, സോ സ്റ്റാൻഡേർഡൈസ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഇന്ത്യ എക്സ്പ്ലിസിറ്റ്ലി ഫോർ ഇന്ത്യ, എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻ ഇന്ത്യൻ അക്കൗണ്ടിങ് പ്രാക്ടീസസ് വിത്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. അതായത് നമുക്കറിയാം ഗ്ലോബലി ഒരു സ്റ്റാൻഡേർഡ് ആണല്ലോ IFRS എന്ന് പറയുന്നത്. ഗ്ലോബലി ഇതിനൊരു യൂണിവേഴ്സാലിറ്റി കൊണ്ടുവരാനാണ് IFRS കൊണ്ടുവന്നത്. അപ്പോൾ IFRSനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. നമ്മുടെ സാഹചര്യങ്ങളോട് പെട്ടെന്ന് അതിനെ അത്ര ഫ്ലെക്സിബിൾ അല്ല അല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അതിന് രൂപം കൊടുത്തത് എന്തിനാണ്, നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തിന് രൂപം കൊടുത്തത്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് രൂപം കൊടുത്തത്. ബൈ കൊളാബറേറ്റിംഗ് ഈ പറയുന്ന IFRS വിത്ത് അവർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ IND-AS രൂപം കൊടുത്തത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ കമ്പാരബിലിറ്റി, ട്രാൻസ്പെറൻസി ഒക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടു ഫെസിലിറ്റേറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്ലോബൽ ട്രേഡ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 1991 വരെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സാഹചര്യം, ആർക്കെങ്കിലും അറിയാവോ? ഒരു എക്കണോമിക് കണ്ടീഷൻ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. എന്തായിരുന്നു ആ സാഹചര്യം, ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നൊരു കമൻറ്റ്. 1991 അല്ലെങ്കിൽ 1991 ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. എന്താ എക്കണോമിക് ആസ്പെക്റ്റിൽ എന്താണ്, ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നവരുണ്ടെങ്കിൽ പറ. നസു പറയുന്നു LPG. യെസ്, LPG അല്ലേ, നിങ്ങൾ കേട്ടോ LPG എന്നുള്ള വാക്ക്, LPG കേട്ടുണ്ടാവും അല്ലേ. എന്താ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ല കേട്ടോ, അത് നമ്മൾ സയൻസ് പഠിക്കുമ്പോഴാണ് അത് പറയുന്നത്. LPG ഇൻ ദ കൊമേഴ്സ് ഓർ എക്കണോമിക് ടേംസ് യു മസ്റ്റ് സേ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് ന്യൂ എക്കണോമിക് പോളിസി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ന്യൂ എക്കണോമിക് പോളിസി 1991 ആ കാലഘട്ടത്തിലെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആരാ നിങ്ങൾക്ക് അറിയാവോ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഫിനാൻസ് മിനിസ്റ്റർ? അറിയാവോ? വളരെ വിഖ്യാതനായ ഒരു മനുഷ്യനാണ്. ആർക്കെങ്കിലും അറിയാവോ ഈ ന്യൂ എക്കണോമിക് പോളിസി? അതായത് ന്യൂ എക്കണോമിക് പോളിസി പറഞ്ഞാൽ വലിയൊരു ചേഞ്ചാണ്.
ശ്രീദീപ് ഗുപ്ത പറയുന്നു. യെസ്, മൻമോഹൻ സിംഗ് അല്ലേ, നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പിൽക്കാലത്ത് അദ്ദേഹം 2 തവണ നമ്മുടെ പ്രധാനമന്ത്രിയായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. കാരണം അത്രയും നാൾ നമ്മൾ എന്തായിരുന്നു, വി ആർ എ ക്ലോസ്ഡ് എക്കണോമി. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താണ് അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ക്ലോസ്ഡ് ആയിരുന്നു അല്ലേ. 1990 നമ്മൾ എന്തോ, വി ഓപ്പൺഡ് അവർ ഡോസ് ടു ദ ഗ്ലോബൽ എക്കണോമി. നമ്മൾ നമ്മുടെ എന്താണ് വാതിലുകൾ അന്താരാഷ്ട്ര വ്യാപാരങ്ങൾക്കും നയതന്ത്ര ബന്ധങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ തുറന്നു കൊടുത്തു, ലിബറലൈസ് ചെയ്തു അല്ലേ. ഇവിടെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന എന്താണ് പല നിയമങ്ങളും അല്ലേ ലിബറലൈസ് ചെയ്തു. നമ്മൾ സർക്കാർ മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള പല നിയമങ്ങളും നമ്മൾ ലിബറലൈസ് ചെയ്തു. ഓർഗനൈസേഷൻസിനെ പ്രൈവറ്റൈസ് ചെയ്തു അല്ലേ. ടെലികമ്മ്യൂണിക്കേഷൻ, മീഡിയ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പ്രൈവറ്റൈസ് ചെയ്തു. നമുക്ക് BSNL മാത്രമുള്ളായിരുന്നു. നമുക്ക് അതിനുശേഷമാണ് ഭാരതി എയർടെൽ, ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ ഭാരതി എയർടെൽ രൂപം കൊള്ളുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വലിയ കമ്പനികൾ രൂപം കൊടുക്കുക, പ്രൈവറ്റൈസേഷൻ മുഖാന്തരം. ഗ്ലോബലൈസേഷൻ, നമ്മൾ നമ്മുടെ എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട്, നമ്മുടെ രാജ്യത്തു നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി തുടങ്ങി. നമ്മൾ അവിടുന്ന് കയറ്റുമതി സ്വീകരിക്കാൻ തുടങ്ങി അല്ലേ. എക്സ്പോർട്ട് ഇമ്പോർട്ട്, നമ്മൾ വി ഓപ്പൺഡ് അവർ എക്കണോമി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണമായിരുന്നു, നമുക്ക് എന്താണ് ഇന്റർനാഷണലി കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സിസ്റ്റംസ് നമുക്ക് വേണമായിരുന്നു. കാരണം ഓപ്പൺ അവർ എക്കണോമി, പലതരത്തിലുള്ള പല ഗ്ലോബലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പല ആൾക്കാർ ഇവിടെ വന്ന് കച്ചവടം തുടങ്ങും, നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഗ്ലോബൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ നമുക്ക് ആവശ്യമായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ വി അഡോപ്റ്റഡ് എന്താണ് ഇന്ത്യൻ AS. ഇന്ത്യൻ AS എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, IFRS-ഉം എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തു, അല്ലെങ്കിൽ IFRS-ന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ പുതിയ ഒരു സംവിധാനത്തിന് രൂപം കൊടുത്തു. ഇന്ത്യൻ AS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അതിന് രൂപം കൊടുത്തു. ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് നമ്മളുള്ള വ്യത്യാസങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. യു ഡു നോട്ട് ഹാവ് മച്ച് ടൈം ടു ഡിസ്കസ് ഓൾ ദോസ് തിങ്സ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും IFRS-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ.